ഈ വീഡിയോ നമ്മൾ എക്സ്റ്റീരിയർ ബ്ലൈൻഡ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇന്റീരിയർ ബ്ലൈൻഡ്സിനെ പറ്റി പറയുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. എക്സ്റ്റീരിയർ ബ്ലൈൻഡ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് PVC ബ്ലൈൻഡ്സ് ആണ്. ഇതുകൂടാതെ മൺസൂൺ ബ്ലൈൻഡ്സും ബാംബു ബ്ലൈൻഡ്സും വരുന്നുണ്ട്. PVC ബ്ലൈൻഡ്സ് ആണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പല കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നമുക്ക് ബ്രൗൺ കിട്ടും, ഡാർക്ക് കളേഴ്സ് അവൈലബിൾ ആണ്, ലൈറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് PVC മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഇത് തമ്മിൽ നൈലോൺ ത്രെഡ് യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ രണ്ട് സൈഡിലും ക്ലോത്ത് വെച്ചിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കാരണം ഈ രണ്ട് സൈഡും എവിടെയും തട്ടി പൊട്ടിപ്പോകാതിരിക്കാനാണ്. ഇങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുള്ള PVC ബ്ലൈൻഡ്സ് മാത്രമാണ് നിങ്ങൾ വാങ്ങിക്കാൻ പാടുള്ളൂ. കാരണം അതിന് കമ്പാരിറ്റീവ്ലി ലൈഫ് കൂടുതലായിരിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു PVC ബ്ലൈൻഡ്സ് ഫിക്സ് ചെയ്തതിന് ശേഷം ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനകത്ത് ഒരു അലൂമിനിയം ഫ്രെയിമിലായിട്ട് 3 പുള്ളി സിസ്റ്റം ആയിരിക്കും പൊതുവെ ഒരു ബ്ലൈൻഡ്സിൽ വരുന്നത്. ഇതിന്റെ ഏതെങ്കിലും ഒരു റൈറ്റ് സൈഡിലായിട്ട് നൈലോൺ ത്രെഡ് നമുക്ക് തന്നിട്ടുണ്ടാകും. നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാം. ഈ ഓപ്പറേറ്റ് ചെയ്യാൻ നേരത്ത് ഈ നൈലോൺ ത്രെഡ് യൂസ് ചെയ്തിട്ട് ആ പുള്ളി സിസ്റ്റത്തിൽ നിന്ന് ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് ചരിച്ചാണ് നമ്മൾ വലിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഗിയർ സിസ്റ്റം ഫ്രീ ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഏതൊരു പൊസിഷനിലാണോ, മുകളിലേക്ക് ഫുള്ളായിട്ട് ഉയർത്തണോ അതോ ഏതൊരു ഹൈറ്റിലാണോ വച്ചതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് ആ നൈലോൺ ത്രെഡ് ആക്കാൻ നേരത്ത് അതിനകത്തുള്ള ഗിയർ സിസ്റ്റം ലോക്ക് ആവും. അപ്പോൾ നമുക്ക് ആ ഒരു ഹൈറ്റിൽ ഇത് നിൽക്കും. ഇതാണ് ഇതിനകത്ത് വരുന്ന ബേസിക് മെക്കാനിസം. റൈറ്റ് സൈഡിലായിട്ടാണ് ഈ മെക്കാനിസം ഉള്ളതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കും, ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മെക്കാനിസം ഉള്ളതെങ്കിൽ റൈറ്റ് സൈഡിലേക്കായിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ഈ ബ്ലൈൻഡ്സിന്റെ റൈറ്റ് സൈഡിലാണ് ആ നൈലോൺ ത്രെഡ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. പിന്നെ ബ്ലൈൻഡ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, കൂടുതലും മഴയും കാറ്റും എല്ലാം തടയാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ മഴയും കാറ്റും ഉള്ള സമയത്ത് താഴ്ഭാഗം എന്തെങ്കിലും ഒരു ടൈ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് എങ്ങോട്ടെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ കാറ്റ് വരുമ്പോൾ അടിക്കത്തില്ല. ഈ കാറ്റ് വരുമ്പോൾ അടിച്ചാണ് ഇതിന് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് ഉണ്ടാവുകയോ ലൈഫ് കുറയുകയോ ചെയ്യുന്നത്. ഈ ഒരു ഇത് നിങ്ങൾ സോൾവ് ചെയ്തിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീർഘനാള് ഒരു കുഴപ്പമില്ലാതെ PVC ബ്ലൈൻഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പല പല കളേഴ്സ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ആർക്കിടെക്ചർ ഏത് സ്റ്റൈലിലാണോ ചെയ്തിരിക്കുന്നത് ആ ഒരു കളർ തീമിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.